ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച നടന്ന മോട്ടോർ വാഹന പണിമുടക്കുമായി ബന്ധപ്പെട്ട് CITUവിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ പുനലൂർ നഗരത്തിൽ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. CPM പുനലൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം CPM പുനലൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. UPA ഭരണത്തിൽ ഇന്ത്യൻ പൌരന്മാർക്കും ഇന്ത്യൻ രൂപയ്ക്കും ഒരുപോലെ വിലയിടിയുകയാണെന്ന് MA രാജഗോപാൽ ചൂണ്ടിക്കാട്ടി. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഏത് നിമിഷവും സംഭവിക്കാവുന്ന ഒരു പ്രതിഭാസമാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധന. നിത്യോപയോഗ സാധനങ്ങളുടെ വില അതിനേക്കാൾ വേഗത്തിൽ കുതിച്ചുയരുക. ഇന്ത്യയിൽ വില ഇടിഞ്ഞുപോയ രണ്ട് സാധനത്തിനാണ്, ഒന്ന് ഇന്ത്യക്കാരനും രണ്ട് രൂപയ്ക്കും. സോണിയാഗാന്ധിയൊക്കെ പാതി ഇറ്റലി ആയിട്ട് നല്ലപോലെ വില കയറി. സോണിയാഗാന്ധിയുടെ കുടുംബത്തിന്റെ ആസ്തി ഒരു കണക്കനുസരിച്ച് ഇപ്പോ ലോകത്ത് 4ാമത്തെ സമ്പന്ന കുടുംബം കണ്ടായി. മരപ്പണിക്കാരന്റെ മോളായിട്ട് ഇവിടെ വന്നതാ. അപ്പൊ സോണിയാഗാന്ധിയുടെ ഒക്കെ വില മേപ്പോട്ട് കയറി. പക്ഷേ ഇന്ത്യക്കാരന്റെ വില എന്തുവാ? ഇന്ത്യക്കാരന് വിലയില്ല, രൂപയ്ക്ക് വിലയില്ല. അടിക്കടി ഇന്ധനവില വർദ്ധിപ്പിക്കുകയും അതിലൂടെ വിലക്കയറ്റം സൃഷ്ടിച്ച് ജനത്തെ വെല്ലുവിളിക്കുകയുമാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് MA രാജഗോപാൽ ആരോപിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം ടൈറ്റസ് സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. CITU പുനലൂർ ഏരിയ കമ്മിറ്റി അംഗം UK അബ്ദുൽ സലാം, ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ പുനലൂർ ഏരിയ സെക്രട്ടറി R ഗുരുദാസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.